എൻ്റെ കൂട്ടുകാരെ, എന്താ വിശേഷം? ഞാനിന്നേ സുഖിയൻ ഉണ്ടാക്കാൻ കുറച്ച് ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്കത് പിന്നെ ഇനി ഇവിടെ വെച്ചേർന്ന് നാളൊക്കെ ചെറുപയറോ എന്നും ചെറുപയറിൻ്റെ കൂട്ടാനായിരുന്നു. ഇന്ന് എനിക്ക് തോന്നി 4 മണിയാവുമ്പേ ഈ ചെറുപയർ സുഖിയൻ അങ്ങോട്ട് ആക്കാം. ഇന്ന് ഞാൻ 2 ക്യൂബ്സ് ശർക്കര ഉരുക്കാനായിട്ടൊന്ന് വെള്ളത്തിൽ വയ്ക്കട്ടെ. അതിനാവശ്യമുള്ളത് തേങ്ങ, ഏലക്ക, ജീരകം, ചെറുപയർ, പിന്നെ മൈദ ഒന്ന് കുഴച്ചെടുക്കണം, അല്പം മഞ്ഞൾപ്പൊടി. ഈ ചെറുപയറിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ചതാണ്. ഉരുകി വരട്ടെ കേട്ടോ. ഉരുകി വരുമ്പോൾ ഇത് നമ്മുടെ തേങ്ങയിടും, ഏലക്കായിടും, ജീരകം ഇടും. 1 മിനിറ്റ് ആരോ വന്നു. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡിയായി. ശർക്കര പാനി 2, ഞാനിത് അല്പം ചെറുപയർ എടുത്തിട്ടുള്ളൂ. അപ്പം അതിലേക്ക് ഇത് കണ്ടോ, അല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരുപാട് മധുരം ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ 2 ഉണ്ട എടുത്തിട്ടുള്ളൂ. പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊടിയിട്ട് വെള്ളം ഒന്ന് പറ്റി വരണ്ട് വന്നോട്ടെ, അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവും. അപ്പം ഈ സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ ബാറ്റർ ഒന്ന് ശരിക്കും ലൂസാക്കി. ശരിക്കും എന്ന് വെച്ചാൽ ഒരുപാട് ലൂസല്ല കേട്ടോ. ഇതിനകത്ത് നമുക്ക് മുക്കിയ ഇതിൽ മാവേൽ മറ്റേ ബാറ്റർ ഇതിൽ പിടിക്കണം, ഫില്ലിങ്ങിൽ. ശർക്കരയിലും അല്ല മൈദയിലും ഞാൻ അല്പം ഉപ്പിട്ടിട്ടുണ്ട്. മറ്റേ ഇതിലും നമ്മുടെ പയറിലും അല്പം ഉപ്പിട്ടിട്ടുണ്ട്. പയറിട്ട് കൊടുക്കാം. ഏലക്കായും ജീരകവും. പയറ് ശരിക്കും വെന്ത് നല്ലോണം വേവണം കേട്ടോ, അല്ലെങ്കിൽ വിട്ടുപോകും. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് അരമുറി തേങ്ങയും ഒരു 100 ഗ്രാം പയറും എടുത്തിട്ടുണ്ട്. അപ്പം അതിലാവശ്യമുള്ള ബാറ്റർ എന്തോരം വേണമെന്ന് വെച്ചാൽ അതെടുത്തോളണം. അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറൊക്കെ തരണേ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മധുരം ഉണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ. മധുരം നോക്കി ഒരുപാടായി നിങ്ങൾ പറയണ്ട. ഇതിലും ഉപ്പുണ്ടോ നോക്കട്ടെ. അച്ഛൻ മുഴുക്കു ഇല്ല, പാകത്തിനുള്ളൂ. ചൂടായിരുന്നു കേട്ടോ.
ചൂടാറിയിട്ട് കുഞ്ഞു കുഞ്ഞു ഒരു ചെറുനാരങ്ങയുടെ വേണ്ട, നെല്ലിക്കയുടെ വലുപ്പത്തിന് അത്രയും മതി. ഇതും ഒന്ന് ശരിയാക്കി എടുക്കട്ടെ, ഞാൻ ചൂടാറട്ടെ. ചൂടാറിയിട്ടോ. നമ്മളിതേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബോൾസാക്കി വെക്കുക. ബാറ്റർ ഇവിടെ റെഡിയാണ്. കണ്ടോ, ഇന്ന് ഞാൻ മീൻ പറ്റിച്ചു. ആ മീൻ പറ്റിച്ച മീൻ്റെ 1/2 കിലോ അയിലയുടെ തല മൊത്തം തിന്നു. ചോറും തിന്നിട്ടതേ വന്നിരുന്ന് അമ്മേ അമ്മേ എന്നും പറഞ്ഞ് വിളിക്കണേ കാണണേ. എന്ത് ചെയ്യും, എന്ത് ചെയ്യും? ഇത് കുട്ടികളെ സ്കൂൾ വിട്ടൊക്കെ വരുമ്പേ ഉണ്ടാക്കി കൊടുക്കുക. പെട്ടെന്നുണ്ടാക്കാം, സുഖിയനുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ചെറുപയർ വേവിക്കുക, ശർക്കര ഒരുക്കുക, അല്പം തേങ്ങ അരണ്ടിടുക, ഏലക്കായും ജീരകവും, ഇത് മാത്രം മതി. ശർക്കര വേണം കേട്ടോ. പിന്നെ മൈദ ഇല്ലെങ്കിൽ അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പണ്ടൊക്കെ നമ്മൾ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പയറ് കിട്ടുമായിരുന്നു. ഇപ്പം ചെറുപയറുണ്ട്. പക്ഷേ ഈ മൈദ പൊറോട്ട എന്ന് വന്നു തുടങ്ങിയോ അന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞിലെ ഒന്നും മൈദയില്ല. അപ്പം അമ്മച്ചി അരിപ്പൊടിച്ച് അതിനകത്ത് ഞങ്ങൾ സുഖിയനുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി തിന്നിട്ടുണ്ട്. ചെറുപയർ എന്നുണ്ട്. ചെറുപയർ ഉഴുന്നൊക്കെ ഇങ്ങനെ പാടത്തിൻ്റെ വരുമ്പത്തേക്കടെ ഞങ്ങളുടെ അമ്മ, എൻ്റെ അമ്മച്ചിയുടെ അമ്മ നടുവായിരുന്നു ചെറുപയർ ഉഴുന്ന്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തിന്നിട്ടുണ്ട്. അപ്പം ഇത് എത്ര എണ്ണം ഉണ്ട്? 3, 6, 8, 11 എണ്ണത്തിനുണ്ടാവും. കണക്കുകൾ തെറ്റാറില്ല. 11 എണ്ണം നമുക്ക് നോക്കാം. അതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഉണ്ടാക്കിയിട്ട് കാണാം കേട്ടോ. ഒരു മിനിറ്റ് അല്ല, 10 സെക്കൻഡ് ഉണ്ടാക്കി വെക്കട്ടെ. പോടാ പോടാ പോടാ. അപ്പം നമ്മുടെ സുഖിയൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ നമ്മുടെ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ചു. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി, അത് മതി. അപ്പം ഞാൻ ദേ ഇതെല്ലാം ചെറിയ ബോൾസാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി. കണ്ടോ, ഇത് മുക്കി ഇട്ട് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടാവും. ബാറ്റർ നമ്മുടെ ഈ പാകാട്ടോ. ദേ ഞാൻ ഒരുപാട് വെള്ളം ആക്കിയിട്ടില്ല. മാവ് അതിൽ പിടിക്കണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് കട്ടയില്ലാതെ ഇളക്കിയിട്ടുണ്ട്. എണ്ണ ശരിക്ക് ചൂടായിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ അതിലിങ്ങനെ അടിയിൽ ഇടുന്ന വഴി തന്നെ അടിയിലേക്ക് അങ്ങോട്ട് പിടിക്കും മാവ്. ശരിക്ക് ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പൊങ്ങി വരും. അപ്പോൾ നമുക്ക് എണ്ണ ശരിക്ക് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ ശരിക്ക് ചൂടായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ബാറ്റർ മുക്കുക, ഇട്ട് കൊടുക്കുക. ഒരെണ്ണം കൂടി അപ്പുറത്തേക്ക് ഇടാം.
ശരിക്കും മൂത്ത് വരട്ടെ കേട്ടോ. ആദ്യം ഇട്ടത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കണ്ടോ, ഞാനത് മറിച്ചിട്ടായിരുന്നു. കണ്ടോ, അത് നമുക്ക് എടുത്തു മാറ്റാം. അവസാനം ഇട്ടതേ ആ എണ്ണ ആ സൈഡിലും ഉണ്ടായില്ല. കുഴപ്പമില്ല. ബാക്കിയുള്ളതും നമുക്കിതിൽ മുക്കി ഇട്ട് കൊടുക്കാം. ഒരെണ്ണം കൂടെ ഇവിടെ ഇടാട്ടോ. ഇങ്ങനെയെല്ലാം നമുക്ക് ഉണ്ടാക്കി നോക്കിയേ. നമ്മുടെ സുഖിയൻ എല്ലാം ഇവിടെ ഉണ്ടായി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. 14 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. 14 എണ്ണത്തിനുണ്ടായിരുന്നു, 11 തെറ്റിപ്പോയി. എന്താ ചെയ്യണേ? നമുക്ക് തെറ്റൊക്കെ പറ്റൂലേ. പിന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്പം തന്നെ എണ്ണയിൽ നിന്ന് മാറ്റണം കേട്ടോ. ഇത് എണ്ണയിൽ ഇട്ടേക്കരുത്, അവിടെ കിടന്ന് വെന്തോളൂലോ എന്ന് ഓർത്തിട്ട് എണ്ണയിലൊന്നും ഇട്ടേക്കരുത്. എണ്ണ കുടിക്കും. അല്പം ചെറുപയർ ഇരിക്കണത് കൊണ്ട് ഞാൻ ഒരു അരമുറി തേങ്ങയും, അരമുറി മൊത്തം എടുത്തില്ല, ഗ്യാസ് ഓഫ് ചെയ്യാം. കണ്ടോ, സൂപ്പറായിട്ട് കാണാം കേട്ടോ. കാണിച്ചു തരാം. വെയിറ്റ്. കണ്ടോ, സുഖിന് ശരിക്കും മഞ്ഞ നിറം കേട്ടോ. ഇത് ഈ ലൈറ്റിൻ്റെയും ആ വെട്ടത്തിൻ്റെയും കൂടെ നിറം കൊണ്ടാണ് ഇങ്ങനെ തോന്നണത്. ശരിക്കും മഞ്ഞ നിറം തന്നെയാണ്. സൂപ്പറായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ സാമ്രാജ്യത്തിൽ ഉരുത്തിരിഞ്ഞ വിശേഷങ്ങൾ. കണ്ടോ, സൂപ്പർ. ചൂടാറിയാൽ മതി. ചായ ഉണ്ടാക്കുക, കുടിക്കുക. എല്ലാവരും വന്ന് ഓരോന്ന് എടുത്തോളൂ. പിന്നെ ഞാൻ എന്തുണ്ടാക്കിയെന്ന് പറയട്ടെ. ചക്കക്കുരു മെഴുക്കുവരട്ടി. അത് ചക്കക്കുരു ഇന്നലെ വൈകുന്നേരം ഞാനിരുന്ന് ഒരുക്കി വെച്ചു രാത്രി. അതിന് ഒരു കാരണമുണ്ട്. ഇന്ന് അച്ഛൻ ടൗണിൽ പോയി വന്നേ, അയില വാങ്ങിച്ചുകൊണ്ട് പോകും. കണ്ടോ, അപ്പം എനിക്ക് ഈ മീനൊക്കെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നുമല്ല ഇത്, അല്ലെങ്കിൽ ചക്കക്കുരു, അല്ലെങ്കിൽ ചക്കക്കുരു ഉള്ള സമയത്താട്ടോ, ചക്കക്കുരു അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, ഒന്നുമല്ലെങ്കിൽ മറ്റേ ചേമ്പ്, ചേന, അങ്ങനെയൊക്കെ, ഏത്തക്കായ, അതൊക്കെ ഞാൻ മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കും. അപ്പോൾ ഈ ചാറ് ഉപ്പി ഉണ്ണുമ്പോൾ അത് ഉണ്ടെങ്കിൽ ടേസ്റ്റാണ്. ദേ നല്ല ചാറിൻ്റെ കളറ് കണ്ടോ, ദേ ഉണ്ടോ, അതാണ്. അപ്പം ഇന്ന് സൂപ്പറായിട്ട് ഞാൻ അയില പറ്റിച്ചു, അതുണ്ടാക്കി, ഇതുണ്ടാക്കി. എൻ്റെ സാമ്രാജ്യത്തിൽ ഉരുത്തിരിഞ്ഞ വിശേഷങ്ങളാണ് ഇതൊക്കെ. കണ്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.
ഇവിടെ കിടന്ന് മാറാനേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. കാരണം അപ്പഴേ കൊണ്ടുവച്ച് വിശേഷങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ അല്ലേ. മറ്റൊരു വീഡിയോ ചായ ഉണ്ടാക്കുക, കുടിക്കുക. ആയി സൂപ്പർ. കഴിക്കാട്ടോ.